ഹലോ യൂട്യൂബ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ശബ്ദം പോയിട്ടുണ്ട് ജലദോഷം കാരണം. അപ്പം നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് വാൽപ്പാറയ്ക്കാണ് നമ്മൾ പോണത്. വാൽപ്പാറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വാൽപ്പാറ എനിക്ക് കുറേ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പോണത് ഈ ഡൊമിനർമലല്ല, നമ്മളെ പെട്രോൾ പമ്പിൽ നമ്മൾ ഡ്യൂക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പോയിട്ട് നമ്മൾ ഡ്യൂക്ക് എടുത്തിട്ടാണ് പോണത്. പിന്നെ ഗോപ്രോ സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗോപ്രോ സെറ്റ് ചെയ്യുന്നത് കുറ്റകരമാണ് നമ്മളെ ഗവൺമെൻറ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗോപ്രോ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ മലക്കപ്പാറ വരെയുള്ള രംഗങ്ങൾ ചിലപ്പോൾ മിസ്സാവും, ചിലപ്പോൾ വാൽപ്പാറ വരെയുള്ളത് മിസ്സാവും. ഒരു പക്ഷേ പറ്റണമെന്നുണ്ടെങ്കിൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് തരാം. പിന്നെ പറയണത് നമ്മളിപ്പോൾ 2 days ആയിട്ടാണ് ഇതാക്കുന്നത്. അതായത് വാൽപ്പാറയിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യാനായിട്ട് കാര്യങ്ങളായിട്ട് അത്ര വലിയ കാണാനുള്ളതൊന്നും ഇല്ല. നമ്മളിപ്പോൾ അവിടെ പോകുന്നു, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ പൊള്ളാച്ചി വഴി അതായത് ഹെയർ പിന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ വാൽപ്പാറ എങ്ങനെയാണെന്നുള്ളതും വാൽപ്പാറയ്ക്ക് പോണ റൂട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും. അതായത് വാൽപ്പാറ എത്തണ വരക്കുമുള്ളൊരു വീഡിയോ, പിന്നെ വാൽപ്പാറയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആ ഹെയർ പിൻ ഇറങ്ങണ വരക്കുള്ളൊരു വീഡിയോ. ഈ ഒരു റൈഡിൽ ഞങ്ങളിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എന്താവും എന്തോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വാൽപ്പാറ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും എപ്പോഴൊക്കെയാണ് റോഡ് ഓപ്പൺ ആവുക എന്നുള്ളതും ക്ലോസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ശബ്ദം പോയിരിക്കണ്, ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ പോകാൻ പോണ വണ്ടി. ഫുൾ ടാങ്ക് എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടതാ നമ്മുടെ സ്വന്തം മമ്മിന്ന് നമ്മൾ കൂടെ നല്ല അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യം നമ്മൾ പോകലാണ്. അങ്ങനെ വാഴക്കാല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ മലക്കപ്പാറയിൽ സ്ലിപ്പ് കാണിച്ചിട്ട് വേണം നമുക്ക് വാൽപ്പാറയിലോട്ട് എത്താൻ. അപ്പോൾ നമ്മുടെ ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. പക്ഷേ ഈ വാഴക്കാല് കഴിഞ്ഞാൽ നമ്മളെവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല, റോഡരികിൽ വണ്ടികൾ നിർത്താൻ പാടില്ല. സോ നമ്മൾ ഓക്കെ. Makes me feel I belong to something.
അതുപോലെ തന്നെ എന്താ പറയാ പക്കാ ഒരു അടിപൊളി ഫീല്. അതായത് ഇപ്പോൾ ഈ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ കാറിലൊന്നും പോയിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യം കണ്ടിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മഴയത്ത് തന്നെ പോകണം, അതും ബൈക്ക് മേലെ തന്നെ പോകണം കേട്ടോ ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ. പക്ഷെ എങ്ങനെ അറിയാത്ത ഒരു കാര്യമുണ്ട്, കാരണം നമ്മളെ വണ്ടി ഓടിക്കണ ശാമോനി ഭയങ്കര തണുത്ത വർഷത്തിലാണ് പോകണത്. ഞാൻ അതിനെക്കാട്ടി തണുത്ത വർഷത്തേക്ക് ഇരിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് കാണാം. അതായത് ടോപ്പിക് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. റൂം കണ്ട് എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം വരുന്നത്. ചുമ്മാ നല്ല കിടിലൻ റൂമാണ്. അപ്പം ഈ റൂമിന് നമുക്ക് പറഞ്ഞ റേറ്റ് എന്ന് പറയണത് എന്താ 900 രൂപ, 1200 രൂപയാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ എന്താ റേറ്റ് കമ്മിയാക്കാൻ. നമുക്കിപ്പോൾ 900 രൂപ കിട്ടി. നല്ല അടിപൊളി റൂമാണ്. എസിലാന്ന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഹോട്ട് വാട്ടർ, കുളിക്കാൻ ഹോട്ട് വാട്ടർ, പിന്നെ അതുപോലെ സാധാ വെള്ളം, പിന്നെ എല്ലാം ഈ ഒരു ഇതിൽ എന്താണ് പറയുക, ഹോട്ടലിൽ എല്ലാം ഉണ്ട്. അതായത് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലോഡ്ജിങ് ഉണ്ട്, ഒക്കെ എല്ലാം എക്സെട്ര ഓൾ ഓഫ് എവറിത്തിങ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കോൺടാക്ട് ലിസ്റ്റും കാര്യങ്ങൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതൊരു വ്ളോഗായിട്ട് ആരും കൂട്ടുണ്ടാവും, കാരണം ഇതൊരു വ്ളോഗല്ല, ഇത് ജസ്റ്റ് ഒരു മൺസൂൺ റൈഡാണ്. അത്ര വിചാരിച്ചാൽ മതി.